നമസ്കാരം സുഹൃത്തുക്കളെ. ഹിന്ദു ഹൃദയ സാമ്രാട്ടായ ശിവജിയുടെ മകൻ സംഭാജിയുടെ കഥ പറയുന്ന ഛാവ എന്ന സിനിമ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു ചർച്ചയിൽ നമ്മുടെ ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരെ അല്ലെങ്കിൽ ശബ്ദമുയർത്തുന്നവരെ, അവർക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തവരോട് ഈ സമൂഹം എന്താണ് തിരിച്ചു കൊടുത്തത് എന്ന രീതിയിലുള്ള ഒരു ചർച്ചയിൽ എൻ്റെ ഒരു സുഹൃത്തിട്ട കമൻ്റാണ് ഞാനിന്ന് ആദ്യം വായിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അദ്ദേഹം ഈ പിന്നിൽ നിന്ന് കുത്തുന്നവരെ അല്ലെങ്കിൽ എന്താ പറയുക, ഈ അവഗണിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തിരിച്ചു കൊടുത്തത് എന്താണ്, വഞ്ചന, അവഗണന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒന്നല്ലാതെ അവർക്ക് എന്താണ് തിരിച്ചു കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചരിത്രം വായിക്കുമ്പോൾ തലച്ചോറിൽ തെളിയുന്ന ചിത്രങ്ങൾ കുറേ നാളേക്ക് സാരമായി വേദനിപ്പിക്കാറുണ്ട് എന്നാണ്. അതിൽ ഒന്ന്, ഈ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ വിപ്ലവകാരിയും ദേശീയവാദിയുമൊക്കെ ആയിരുന്ന ബിനാദാസ് എന്ന വനിതയെ പറ്റിയാണ്. അവർ 1932 കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ ഒരു ബിരുദദാന ചടങ്ങിൽ വെച്ച് തനിക്കും കൂടി സർട്ടിഫിക്കറ്റ് തരാനെത്തിയ ഗവർണർ സ്റ്റാൻലി ജാക്സണ് നേരെ 5 വട്ടം വെടിവെക്കുന്നുണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ലക്ഷ്യം കാണാതെ അവർ പിടിക്കപ്പെടുന്നു. അങ്ങനെ 9 വർഷം തടവിലാവുന്നു. പക്ഷെ അതൊന്നുമല്ല അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കേണ്ടത്. 1986 ഋഷികേശിലെ വഴിയരികിൽ പാതി പുഴുതിന്ന നിലയിൽ കണ്ടെത്തിയ ഒരു അനാഥ മൃതദേഹമായി അവർ ഒടുങ്ങിയതായിരുന്നു വേദനിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അവർ പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കോൺഗ്രസിൽ ചേരുകയും ജനപ്രതിനിധിയായി വരികയും സാമൂഹ്യ സേവനം നടത്തുകയും ഒക്കെ ചെയ്ത ആ വിപ്ലവകാരിയായ ദേശീയവാദിയായ വനിതയുടെ ആ അവസാനം അവിടെ വഴിയരികിൽ പാതി പുഴുതിന്ന ഒരു മൃതദേഹമായിട്ടായിരുന്നു. നമ്മൾ കാണിച്ച കൃതജ്ഞത അതായിരുന്നു. അടുത്തത് പറയുന്നത് ഒരു ദേശീയവാദിയായ വക്കം അബ്ദുൽ ഖാദറിനെ കുറിച്ചാണ്. 1943 ഒരു റംസാൻ മാസത്തിൽ തൂക്കിക്കൊല്ലുന്നതിന് തലേന്ന് വക്കം അബ്ദുൽ ഖാദർ തൻ്റെ സുഹൃത്തിന് പതറരുത്, ലക്ഷ്യം നേടും എന്നെഴുതിയ കത്തല്ല, ആ കത്തല്ല അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത്. അതിനും 1 വർഷം മുമ്പേ അന്തർവാഹിനിയിൽ താനൂരിൽ വന്നിറങ്ങിയ INA ചാവേറുകളെ സായിപ്പിന് നൽകാൻ നാട്ടുകാർ വളഞ്ഞിട്ട് പിടിച്ചപ്പോൾ ഈ നാട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, INA എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി നേതാജിയുടെ പടയാണ്. ആ ചാവേർ പടയെ താനൂരിലെ ജനങ്ങൾ പിടിച്ച് സായിപ്പിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുധധാരിയായ ആ ദേശീയവാദിയായ വക്കം അബ്ദുൽ ഖാദറിൻ്റെ മനോനില എന്തായിരിക്കും എന്ന് ആലോചിച്ചാണ് എൻ്റെ സുഹൃത്തിൻ്റെ ആവേദനം. പിന്നെ 1883 യമനിലെ ഏദനിലുള്ള ജയിൽ ചാടിയ വസുദേവ് ഫഡ്കെ പാതി വഴിയിൽ വീണുപോയത് മർദ്ദനമേറ്റ് ക്ഷയരോഗം പിടിച്ചതിനാലാണെന്ന് വായിച്ചപ്പോഴല്ല. അദ്ദേഹം ആ ജയിലിൽ കിടന്ന് മർദ്ദനമേറ്റിട്ട് ക്ഷയരോഗം പിടിച്ചിട്ടാണ് ആ വഴിയിൽ വീണുപോയത് എന്ന് കേട്ടപ്പോഴല്ല അദ്ദേഹത്തിന് വേദന തോന്നുന്നത്. ആനന്ദമഠത്തിന് പ്രചോദനമായ അദ്ദേഹം കർണാടകയിലെ ഒരു ഗ്രാമക്ഷേത്രത്തിൽ കിടന്നുറങ്ങി കണ്ണു തുറക്കുമ്പോൾ ചുറ്റും നിരന്നു നീണ്ട തൂക്കുകളിൽ ഒന്ന് തലേന്ന് കൂടെ കിടന്നുറങ്ങിയവൻ്റെ ആണെന്നറിഞ്ഞ് തകർന്നു കാണില്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് ചിന്തിച്ചിട്ടാണ്. കാരണം ജയിലിലേക്ക് പിടിച്ചു കൊടുത്തത് കൂടെ കിടന്നുറങ്ങിയവനാണ്. അപ്പോൾ ആ പിന്നിൽ നിന്ന് കുത്ത്, അതാണ് വേദന. ഭൂരിപക്ഷത്തിൻ്റെ നിസ്സംഗതയും കൂടെ നിന്ന ഒറ്റുകാരുമായിരുന്നു എന്നും ഇവിടെ ശക്തമായിരുന്ന എല്ലാ പ്രതിരോധങ്ങളെയും തകർത്തിരുന്നത്. 500ഓളം വരുന്ന ഗസ്നിപ്പട സോമനാഥം തകർക്കുമ്പോൾ 10,000 ചുറ്റും നിന്ന് കരഞ്ഞ് നാമം ജപിക്കുകയായിരുന്നു. നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, കൂട്ടത്തിലെ അധികാരമോഹികളായ ചെറ്റകളില്ലാതെ ഒരു നായ്ക്കുട്ടിയെപ്പോലും അധിനിവേശം ചെയ്തവർ ഇവിടെ വീഴ്ത്തിയിട്ടില്ല. ഈ ഇന്ത്യൻ മണ്ണിൽ ഒരു നായ്ക്കുട്ടിയെപ്പോലും വീഴ്ത്തണമെങ്കിൽ കൂടെ നിൽക്കുന്നവർ അധികാരമോഹികൾ ഒറ്റിക്കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം വേദനയോടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഒറ്റുകളുടെ കഥ, രാഷ്ട്രീയ കസേരകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുത്തവർ, കാലുവാരിയവർ, വീഴ്ത്തിയവർ, ആ രാഷ്ട്രീയം, അതിൻ്റെ
ഒരു തുടർച്ച സ്വാതന്ത്ര്യത്തിന് ശേഷവും കോൺഗ്രസ് എങ്ങനെ ഹിന്ദു ജനതയെ ചതിച്ചു, എന്തൊക്കെയാണ് ചെയ്തത്, അതൊക്കെ നമുക്ക് ഒരു ഒരു നെഹ്റുവിയൻ സംസ്കാരം നമ്മളോട് എന്ത് ചെയ്തു, നമ്മുടെ സ്വത്വം എന്തായിപ്പോയി, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ തകർന്നു പോകുന്നു, നമുക്ക് എന്തുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല, ഇതൊക്കെയും നമ്മൾ സ്വയം നിരൂപണം ചെയ്യണം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ എനിമി പ്രോപ്പർട്ടി എന്ന് പറയുന്നതിനെ മുഴുവനും എന്തു ചെയ്തു? നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട ആ സ്വത്തുക്കളെ എന്തു ചെയ്തു? ഇപ്പോൾ പുതിയ വഖഫ് ബില്ല് ഇപ്പോൾ വരാൻ പോകുന്നു. അപ്പോൾ SDPI ആ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് പാസാക്കിയ ആ ബില്ല് കത്തിച്ചുകൊണ്ടാണ് SDPI ഇപ്പോൾ പ്രതിഷേധിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് വർഗീയ ലക്ഷ്യത്തോടെ ഇത് RSS ആണ് ഈ ബില്ല് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നാണ്. സാമൂഹ്യ നന്മയ്ക്ക് ഉപയോഗിക്കേണ്ട സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് എന്നാണ് പറയുന്നത്. സാമൂഹ്യ നന്മയ്ക്ക് എങ്ങനെയാണ് ഈ സ്വത്തുക്കൾ ഉപയോഗപ്പെടുക? സർക്കാരിൻ്റെ കയ്യിൽ വരുമ്പോഴല്ലേ, അപ്പോഴല്ലേ പൊതു സ്വത്തായി അത് പൊതു ആസ്പത്രിയോ പൊതു സ്കൂളോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരിക. അല്ലാതെ വഖഫിന് വന്നിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് എന്താണ് നന്മ? അതാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ SDPI എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഈ SDPIന്റെ നേതൃത്വത്തിൽ കണ്ടൊരു പേര് റോയ് അറക്കൽ എന്നുള്ളതാണ്. അദ്ദേഹം മുനമ്പത്തെ ജനങ്ങളോടാണോ നീതി കാണിക്കേണ്ടത്? ആരോടാണ് നീതി കാണിക്കേണ്ടത്? ആ ജനങ്ങളെ ഇറക്കി വിടാൻ വേണ്ടിയാണോ, വഖഫ് നിയമം പാസ്സാക്കാൻ വേണ്ടിയാണോ റോയ് അറക്കൽ നിലകൊള്ളേണ്ടത്? ഇതൊക്കെ നമ്മൾ ഒരു സമൂഹത്തിൽ നിന്ന് അടർത്തി എടുക്കുന്ന ചിലരെ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മുനമ്പം തീരദേശത്തിന് വേണ്ടിയിട്ട് ഒരു സമൂഹം എന്തിനാണ് ഇത്രയേറെ പിടിമുറുക്കുന്നത്? ദേശദ്രോഹ പ്രവൃത്തികൾക്ക് വേണ്ടിയല്ലേ മുനമ്പത്തിന് വേണ്ടി ഇങ്ങനെ പിടിമുറുക്കുന്നത്? അപ്പോൾ പുതിയ ബില്ല് വരുമ്പോൾ എങ്ങനെയൊക്കെ മുനമ്പം രക്ഷപ്പെടും? എന്തായിരുന്നു വഖഫിന്റെ ആ ഒരു അധിനിവേശം, അല്ലെങ്കിൽ ആ കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന ഡ്രാക്കോണിയൻ നിയമം എന്തായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യത്തിന് ശേഷം എനിമി പ്രോപ്പർട്ടി പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും പോയിട്ടുള്ളവരുടെ സ്വത്ത് മുഴുവനും എനിമി പ്രോപ്പർട്ടി ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് ഒരു ട്രസ്റ്റിന് കീഴെ, അത് ഒരു ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമത്തിന് കീഴെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വഖഫ് ബില്ലിനെ പറ്റി വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ള ശ്രീ സ്റ്റാലിൻ ദേവൻ പറയുന്നത് അനുസരിച്ച് ഇനി വരാൻ പോകുന്ന ആ ബില്ല് അനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ട്രസ്റ്റിന് കീഴെയോ സൊസൈറ്റിക്ക് കീഴെയോ അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള എന്തിൻ്റെയെങ്കിലും കീഴെയുള്ള ഒരു സ്വത്തുക്കളും വഖഫിന് ഇനി അവകാശപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ ഈ എനിമി പ്രോപ്പർട്ടികൾ ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിൻ്റെ കീഴിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ആക്ടിൻ്റെ നിലവിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവനും 2013 മൻമോഹൻ സിംഗ് മതപ്രീണനത്തിന് വേണ്ടി വഖഫിന് വിട്ടുകൊടുത്തതായിരുന്നു. അപ്പോൾ ആ ഒരു സൊസൈറ്റിക്ക് കീഴിൽ, ആ ഒരു നിയമത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ആ സ്വത്തുക്കൾ മുൻകാല പ്രാബല്യത്തോടു കൂടി സർക്കാരിലേക്ക് വന്ന് ചേരാൻ ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും പോയിട്ടുള്ളവരുടെ എനിമി പ്രോപ്പർട്ടി മുഴുവനും എന്ത് ചെയ്യാൻ പോകുന്നു? സർക്കാരിലേക്ക് വന്നു ചേരും. ഈ സൊസൈറ്റികളുടെ അല്ലെങ്കിൽ ഈ ട്രസ്റ്റുകളുടെ കീഴിലുള്ള സ്വത്തുക്കളൊന്നും ഇനി വഖഫിന് ഇനി അവകാശപ്പെടാൻ കഴിയുകയില്ല. അതാണ് നിയമം. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ഈ ഇസ്ലാമിക മതത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ. സുന്നി ഷിയകൾക്കായിരുന്നു വഖഫ് ഉണ്ടായിരുന്നത്. ഈ ഇസ്ലാം മതത്തിൽ തന്നെ ആഗാഖാനി, ദാവൂദി ബോറ എന്നുള്ള മറ്റു വിഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ ആഗാഖാനി, ദാവൂദി ബോറ എന്ന് പറയുന്ന വിഭാഗങ്ങൾക്ക് ആ വിഭാഗങ്ങളെ കൂടി ഈ വഖഫിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവർ JPCക്ക് മുന്നിൽ പറഞ്ഞത്, ഞങ്ങളെ സ്വത്തുക്കൾ മുഴുവനും അല്ലെങ്കിൽ ഇങ്ങനെ മറ്റ് സാമൂഹ്യ നന്മയ്ക്കുള്ള സ്വത്തുക്കളൊക്കെയും ട്രസ്റ്റിൻ്റെ കീഴിലോ സൊസൈറ്റിക്ക് കീഴിലോ
ആണുള്ളത്. അത് വഖഫ് ബോർഡിന് കീഴിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൊസൈറ്റിക്ക് കീഴിൽ ട്രസ്റ്റിന് കീഴെയുള്ള സ്വത്തുക്കൾ മുഴുവനും ഒഴിവാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ ഈ ബില്ല് വരാൻ പോകുന്നത്. ആ ഒരു രീതിയിലാണ് മുനമ്പത്തുകാർ ഇനി രക്ഷപ്പെടാൻ പോകുന്നത്. കാരണം സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ആ മനുഷ്യൻ ഫാറൂഖ് കോളേജ് ആ ഒരു ട്രസ്റ്റിനാണ് ഈ സ്വത്തുക്കൾ കൈമാറിയിരിക്കുന്നത്. അപ്പോൾ സൊസൈറ്റിക്ക് ട്രസ്റ്റിന് കൊടുത്ത ഒരു സ്വത്തിന് ഇനി മേലിൽ വഖഫിന് ഒരു അധികാരവുമില്ല എന്നുള്ള രീതിയിലാണ് ഇനി മുനമ്പംകാർ രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഡ്രാക്കോണിയൻ നിയമങ്ങൾ BJP വന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ തന്നെ ഇസ്ലാം മത വിശ്വാസികളുണ്ട് ഒരുപാട്. നമ്മളെ വയനാട്ടിൽ തന്നെ ഇപ്പോൾ തലപ്പുഴയിലൊക്കെ ഈ വഖഫിൻ്റെ നോട്ടീസ് കിട്ടിയിട്ടുള്ളവർ ഉണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് സത്താർ സേട്ടിൻ്റെ ചെറുമകളായിട്ടുള്ള ഷംസാദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാം മതത്തിൽ തന്നെയുള്ളവരുണ്ട്. അവർക്കും അവരുടെ ഈ സത്താർ സേട്ട് എന്ന് പറയുന്ന മുത്തശ്ശൻ അദ്ദേഹം ട്രസ്റ്റാക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ അവർക്ക് തന്നെ കിട്ടാൻ പോവുകയാണ്. അതിനി മേലിൽ വഖഫിന് ഇനി അവകാശപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ സമൂഹത്തിനെ, പൊതുസമൂഹത്തിനെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് ഈ കോൺഗ്രസ് ചെയ്തു വെച്ചതൊക്കെയും BJP ഉടച്ചു വാർക്കുകയാണ്. അപ്പോൾ നാം മുന്നോട്ട് തന്നെയാണ്. എല്ലാ വിഭാഗത്തിലെയും സ്ത്രീകൾക്കും എല്ലാവർക്കും സ്വത്തവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ നൽകിക്കൊണ്ട് നാം ഭാരതം മുന്നോട്ട് തന്നെയാണ്. രാഷ്ട്രായ സ്വഹ ഇദം നമമ.